അടിമുടി തെരഞ്ഞെടുപ്പിനെ മാറ്റി തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുവാൻ പഠിച്ച പണി 18 എടുക്കുകയാണ് ബി. അതിനായി നിയോഗിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. പക്ഷേ വോട്ടർ പട്ടികയിലൂടെ പൂട്ടാമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ കോട്ട തീർക്കുകയാണ് ബീഹാർ ജനത. ഓർമ്മ പോയ മുഖ്യമന്ത്രിയും ബി പറയുന്നതിനപ്പുറം ചാടാത്ത മന്ത്രിമാരെയും ഇനിയും അരിയിട്ട് വഴിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് അവർ ഉറപ്പിക്കുന്നത്. ബീഹാറിലെ പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണം പുരോഗമിക്കുന്നതിനിടെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പുമായിട്ട് RJD നേതാവ് തേജസ്വി യാദവ് എത്തുമ്പോൾ അയാൾക്ക് ചുറ്റും അണിനിരക്കുന്നത് ഒരു കൂട്ടം ജനതയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതിനുള്ള സാധ്യത പാർട്ടിയുടെ പരിഗണനയിലുണ്ടെന്നും തേജസ്വി പറഞ്ഞു വെച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ഉപകരണമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് NDA ഈ നടപടിയെ പിന്തുണയ്ക്കുന്നത് എന്നും തേജസ്വി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന കാര്യം മഹാസഖ്യത്തിലെ കോൺഗ്രസ് അടക്കമുള്ള സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്യുമെന്നും തേജസ്വി വ്യക്തമാക്കി. വ്യാജ വോട്ടർ പട്ടിക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുവാനാണ് BJP ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്താതെ അവർക്ക് കാലാവധി നീട്ടി നൽകിയാൽ മതി. മുഴുവൻ പ്രക്രിയയും സത്യസന്ധമല്ലാത്തതാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നും തേജസ്വി ചോദിക്കുകയാണ്. ഇതിനിടെ ബീഹാറിലെ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം വ്യാഴാഴ്ച പൂർത്തിയാകും എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. യോഗ്യരായ ഒരു വോട്ടറെയും പുറത്താക്കുകയോ അയോഗ്യരായ ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്യില്ല എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് നിലവിലുള്ള 98.01% വോട്ടർമാരെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സമീപിച്ചതായിട്ടും കമ്മീഷൻ അറിയിച്ചു. 20 ലക്ഷം പേർ മരിച്ചിട്ടുണ്ട്. 28 ലക്ഷം പേർ സ്ഥിരമായി സ്ഥലം മാറിപ്പോയി. 7 ലക്ഷം വോട്ടർമാർ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതായിട്ടും കണ്ടെത്തി. 1 ലക്ഷം പേരെ കണ്ടുകിട്ടിയിട്ടില്ല. പ്രാഥമിക വിലയിരുത്തലിൽ തെറ്റായ രീതിയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരെയും എന്യൂമറേഷൻ ഫോമുകൾ ഇനിയും പൂരിപ്പിച്ച് നൽകാത്തവരെയും പേരുവിവരങ്ങൾ സംസ്ഥാനത്തെ 12 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ പ്രസിഡന്റുമാർക്കും 1.5 ലക്ഷം ബൂത്ത് തല ഏജന്റുമാർക്കും കൈമാറിയിട്ടുണ്ട്. താൽക്കാലികമായി സംസ്ഥാനത്ത് പുറത്ത് താമസിക്കുന്നവരും എന്നാൽ മറ്റെവിടെയെങ്കിലും വോട്ടറായി രജിസ്റ്റർ ചെയ്യാത്തവരുമായ പൗരന്മാർക്ക് ഓൺലൈനായിട്ട് ഫോം പൂരിപ്പിച്ച് നൽകാമെന്നും കമ്മീഷൻ അറിയിച്ചു. അതേസമയം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയും ഇടപെട്ടിട്ടുണ്ട് എന്ന വാർത്ത കൂടി ചേർക്കുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിതീഷ് കുമാറിന്റെ പാർട്ടിയും രംഗത്ത് വന്നിട്ടുണ്ട്. ബീഹാറിന്റെ ചരിത്രത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രായോഗിക പരിജ്ഞാനമില്ല എന്ന് സംസ്ഥാനത്ത് താമസക്കാരുടെ മേൽ വോട്ടർ പട്ടിക പരിഷ്കരണം നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നു എന്നായിരുന്നു JDU പറഞ്ഞു വെച്ചത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനുള്ള പ്രഖ്യാപനം ജൂൺ 24-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത്. ഇതോടെ JDU ഇടം തിരിഞ്ഞതോടെ BJP നട്ടം തിരിഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് 2003-ലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത വ്യക്തികൾ വോട്ട് ചെയ്യാനുള്ള യോഗ്യതയുടെ തെളിവ് സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് സംസ്ഥാനത്തെ 7.8 കോടി വോട്ടർമാരിൽ 2.9 കോടി പേർ, അതായത് ഏകദേശം 37% വോട്ടർമാർ രേഖാമൂലമുള്ള തെളിവുകൾ സമർപ്പിക്കേണ്ടി വരും. 1987 ജൂലൈ 1-ന് മുൻപ് ജനിച്ച വോട്ടർമാർ അവരുടെ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. അതേസമയം 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 2-നും ഇടയിൽ ജനിച്ചവർ മാതാപിതാക്കളിൽ ഒരാളുടെ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം. 2004 ഡിസംബർ 2-ന് ശേഷം ജനിച്ചവർക്ക് അവരുടെ 2 മാതാപിതാക്കളുടെയും ജനന തീയതി തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. നിലവിലെ വോട്ടർ പട്ടികയിൽ ആരും തൃപ്തരല്ലാത്തതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ നടത്തേണ്ടി വരുമെന്നത് അവകാശപ്പെട്ടുകൊണ്ട് ജൂലൈ 6-ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഈ പ്രക്രിയ ന്യായീകരിച്ച് രംഗത്തേക്ക് വന്നു. BJPയുടെ മറ്റൊരു പ്രധാന സഖ്യകക്ഷിയായ തെലുങ്കുദേശം പാർട്ടി വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രമായ പരിഷ്കരണം പൗരത്വ പരിശോധനയുമായി ബന്ധമില്ല എന്നും വ്യക്തമാക്കി പ്രസ്താവിച്ചു. BJPയുടെ മറ്റൊരു പ്രധാന സഖ്യകക്ഷിയായ തെലുങ്കുദേശം പാർട്ടി വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രമായ പരിഷ്കരണം പൗരത്വ പരിശോധനയുമായി ബന്ധമില്ല എന്ന് വ്യക്തമാക്കി പ്രസ്താവിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് യാദവിന്റെ പ്രസ്താവനയും വന്നത്.